ഇൻഫിനിക്സിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് സ്മാർട്ട് 4+. ഈ ഫോൺ വരുന്നത് 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 4+ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 4+ വരുന്നത് 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഇപ്പം HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ ഫോണിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നീളം കൂടിയ വീതി കുറഞ്ഞ ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഈ ഫോണിൽ DTS HD സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കൂടുതൽ സിനിമയും വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു ഓപ്ഷനാണ് ഈ ഫോൺ. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കർവ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈന് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 207 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ല. ഈ ഫോണിൽ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekൻ്റെ helio A25 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണിത്. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഫോണുകളിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് പ്രോസസ്സർ നമുക്ക് ലഭിക്കാറില്ല. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഫോണിൽ 3 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ട്രിപ്പിൾ LED ഫ്ലാഷും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലും LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.708ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.647ഉമാണ്. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. ജൂലൈ 28 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ടാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 4+ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടിയിട്ടില്ലെങ്കിലും വലിയൊരു ഡിസ്പ്ലേയും 6000 mAh ബാറ്ററിയും പിന്നെ DTS സൗണ്ടിൻ്റെ സപ്പോർട്ടും നമുക്ക് ലഭിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സിനിമ കാണാനും അതുപോലെ തന്നെ വീഡിയോസ് കാണാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.